ഹലോ നമസ്കാരം, 24+ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പള്ളിക്കത്തോട് പഞ്ചായത്ത് 5-ാം വാർഡ് സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ തങ്കമ്മ പഴയത്താട്. ഇന്നത്തെ ദിവസം തങ്കമ്മ പഴയത്തോടൊപ്പം കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ വാർഡിലെ പ്രതിനിധീകരിച്ച് വരികയാണ്. കഴിഞ്ഞ 5 വർഷവും എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് ഈ വാർഡിൽ പല വികസന പ്രവർത്തനങ്ങളും നടത്താൻ എനിക്ക് സാധിച്ചു. അടുത്ത തിരഞ്ഞെടുപ്പിലും ഞാൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ 5-ാം വാർഡിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നടന്ന വികസന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് തകടിക്കൽ ഇരിപ്പക്കാട്ടുപടി റോഡിൻ്റെ വികസനം. അത് ഒരു പരിധിവരെ ഏകദേശം 90% ഈ 5 വർഷക്കാലം കൊണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല, തെരുവ് വിളക്കുകളും പ്രധാനപ്പെട്ടടുത്ത് ഫീസായി പോയതും പുതിയ എണ്ണവും ഒരു 10% 50%-ഓളം ഈ 5 വർഷക്കാലത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കാനും സാധിച്ചു. ബാക്കിയുള്ളത് അടുത്ത കാലങ്ങളിൽ ഈ പുതിയ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ബാക്കി ഇട്ടുതരാവുന്ന ഉറപ്പുകളും തന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ കുടിവെള്ള പദ്ധതി. കുടിവെള്ള പദ്ധതിയുടെ ഏകദേശം ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള കിണർ കുഴിക്കലും പിന്നെ വാട്ടർ ടാങ്കിൻ്റെ പ്രവർത്തനവും ഏകദേശം തീർന്നു കഴിഞ്ഞു. അത് എല്ലാവരിലേക്കും പൈപ്പുകൾ എത്തിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പണിയാണ് ഇനിയുള്ളത്. ഒരിക്കലും ഈ 5 വർഷക്കാലം ഇത്രയും വികസനം ഇവിടെ സാധിച്ചു. ഇനി വരുന്ന മെമ്പേഴ്സ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ 5-ാം വാർഡിൽ പഞ്ചായത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്ത് തന്നതിന് വളരെ നന്ദിയുണ്ട്. അത് വാർഡ് മെമ്പറും പഞ്ചായത്തിനും ഇവിടുത്തെ ഓഫീസ് എല്ലാവർക്കും വളരെയധികം നന്ദി. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾക്ക് കരോട്ട് ഭാഗത്തോട്ട് താമസിക്കുന്ന 10-15 വീട്ടുകാരും അതുപോലെ വർഷങ്ങളായിട്ട് ഇതിലെ ഒരു നടപ്പാതയുള്ളതാണ്. അത് ഒരുപാട് ആൾക്കാർ ഇതിലെ നടന്നു പോകുന്നതും കുത്തുകല്ല് നടക്കല്ലുകളായിട്ട് വളരെ ബുദ്ധിമുട്ടും, അതുപോലെ മരണങ്ങൾ സംഭവിച്ചപ്പം ആൾക്കാരെ എടുത്തുകൊണ്ട് വരണം, കൊണ്ടുപോകണം, ആശുപത്രിയിൽ തിരിച്ചു വരുമ്പം കൊണ്ടുപോകണം. ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിയുമായിരുന്നു. സാധാരണക്കാരാണ് ഞങ്ങളവിടെ താമസിക്കുന്നവർ. അപ്പം ഞങ്ങൾക്കൊരു വഴി കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറേ പുരോഗമനവും ഞങ്ങളുടെ വീടുകളൊക്കെ കുറച്ചുകൂടിയൊക്കെ ഭംഗിയാക്കാനും സാധനങ്ങൾ കൊണ്ടുവരാനും. മറ്റേ ഞങ്ങളിവിടുന്ന് സാധനങ്ങളെല്ലാം ചുമന്നാണ് കരോട്ടോട്ട് കയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലാം മുരളി സാറിൻ്റെയും ആ കുടുംബത്തിൻ്റെയും എല്ലാവരും കൂടി സഹകരിച്ച് ഞങ്ങൾക്ക് ഈ വഴി തന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. ഇനി ഞങ്ങളുടെ വീടുകളൊക്കെ നല്ല ഭംഗിയാക്കാനും ഒക്കെ ആയിട്ട് ചുമട്ടുകാരെ കൊണ്ടല്ലാതെ ഭംഗിയാക്കി ഇത് കൊണ്ടുപോകാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. വീട് പണിയാം. ഒരുപാട് ആശുപത്രി കേസുകൾ വന്നാൽ ആശുപത്രിയിൽ ഒരു രോഗിയും കൊണ്ട് പോകാനും എല്ലാം സൗകര്യമാണ്. അത് മുരളി സാറും അനിയനും പെങ്ങളും എല്ലാവരും കൂടി ഞങ്ങൾക്ക് ആ വഴി തരികയും ഞങ്ങളുടെ മെമ്പർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇതിനു വേണ്ടി ത്യാഗം സഹിക്കുകയും അതുപോലെ തന്നെ പള്ളിക്കത്തോട് BJPയുടെ സതീഷ് ചന്ദ്രമാഷ് അങ്ങനെ അവിടെയുള്ള പ്രമുഖരായ ആൾക്കാരെല്ലാം കൂടെ വന്ന് നമ്മുടെ ഈ ഇളമ്പള്ളിലുള്ള BJPക്കാരുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾക്ക് ഈ ഒരു വഴി ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇതിനകത്ത് ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ അതുപോലെ തന്നെ BJPയുടെ ആൾക്കാരെല്ലാവരുടെയും സഹകരണം അവരോടെല്ലാം ഞങ്ങൾ നന്ദിയും കടപ്പാടുമുള്ളവരായിരിക്കുമെന്നും ഈ വഴി യാഥാർത്ഥ്യമാക്കി തന്ന ഇവിടെയുള്ള നമ്മളുടെ BJP പ്രവർത്തകരും എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യമാക്കി തന്നെ